നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SQL കൺസ്ട്രെയിൻസ് ആണ്. അപ്പം കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താ, കുറച്ച് റൂൾസുകളാണ്. അപ്പം നമുക്കൊരു ടേബിൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സർട്ടൺ റൂൾസുകൾ പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണമെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് റൂം എടുക്കുക. ക്ലാസ് റൂമിൽ ആകെ ഒരു 10 ഡെസ്കും ബെഞ്ചും ഉള്ളൂവെങ്കിൽ നമുക്കവിടെ ഇത്ര സ്റ്റുഡൻസിന്, അതായത് ഒരു 20 സ്റ്റുഡൻസിനെ അവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതിന് പകരം ഒരു 60 സ്റ്റുഡൻസിനെ ആ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ റൂള് ബ്രേക്ക് ചെയ്തു. അപ്പം ഈ കൺസ്ട്രെയിൻസ് അതുപോലെ തന്നെയുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന റൂൾസുകൾ അനുസരിച്ചിട്ട് നമ്മുടെ ടേബിൾസിന് കോളംസുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുക. അതിന് വേണ്ടിയാണ് നമ്മൾ SQL കൺസ്ട്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ കേസിൽ നമ്മൾ പറയണത് അതിൻ്റെ അക്യുറസി മെഷർ ചെയ്യുക, അതിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം ആ ഡാറ്റാബേസിന് വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ SQL കൺസ്ട്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ 2 ലെവൽ ഓഫ് കൺസ്ട്രെയിൻസ് ആണുള്ളത്. കോളം ലെവൽ കൺസ്ട്രെയിൻസും ഉണ്ട്, ടേബിൾ ലെവൽ കൺസ്ട്രെയിൻസും ഉണ്ട്. കോളം ലെവൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഒരു കോളത്തിന് മാത്രം അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് കോളം ലെവൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ടേബിൾ ലെവൽ എന്ന് പറയുമ്പോൾ ഓൾ ടേബിൾസിലും നമുക്ക് എന്തെങ്കിലും ആ ഒരു റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി SQLൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസുകൾ എന്ന് പറയുന്നത് നോട്ട് നൾ, ഡിഫോൾട്ട്, യുണീക്ക്, പ്രൈമറി കീ, ഫോറിൻ കീ, ചെക്ക്, ഇൻഡെക്സ്. ഇതാണ് നമ്മൾ SQLിൽ യൂസ് ചെയ്യുന്ന കോമൺ കൺസ്ട്രെയിൻസുകൾ എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്നും എന്താണെന്നാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് നോട്ട് നൾ കൺസ്ട്രെയിൻസ്. നോട്ട് നൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിളിൻ്റെ പേരെന്ന് പറയുന്നത് കസ്റ്റമറാണ്. അതിൽ 5 കോളംസ് ഉണ്ട്, അതായത് ID, നെയിം, ഏജ്, അഡ്രസ്സ്, സാലറി. ഇതിൽ IDയും നെയിമും ഏജ് എന്ന് പറയുന്നത് 3 കോളം. ആ 3 കോളം കമ്പൽസറി അവിടെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് നൾ ആവാനായിട്ട് പാടില്ല. അതായത് നൾ വാല്യൂസ് അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അവിടെ എന്തായിരിക്കണം, കമ്പൽസറി അവിടെ എന്ത് ചെയ്യണം, വാല്യൂസ് ഉണ്ടായിരിക്കണം. അപ്പം നമ്മളിവിടെ നോർമലി നമുക്കറിയാം ഒരു ടേബിൾ ക്രിയേഷൻ എങ്ങനെയാണെന്നുള്ളത്. ക്രിയേറ്റ് ടേബിൾ നെയിം, അടുത്ത ടേബിൾ നെയിം എന്തായിരുന്നു, കസ്റ്റമേഴ്സ്. ഇപ്പം അതിൻ്റെ ഓരോ കോളം ഫീൽഡ്സ് വിത്ത് ഡാറ്റ ടൈപ്പ് എഴുതും. അപ്പോൾ ഈ ഡാറ്റ ടൈപ്പിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, IDക്കും നെയിമും ഏജ് എന്ന് പറയുന്ന ഈ 3 കോളത്തിന് എന്താ കമ്പൽസറി അവിടെ വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ID ഇൻറ്റിജർ ആണ് ഞാൻ ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്ന, അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്ന സമയത്ത് ടേബിളിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ കൺസ്ട്രെയിൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ടേബിളിൽ കമ്പൽസറി എന്ത് ചെയ്യണം, വാല്യൂസ് അവിടെ എൻ്റർ ചെയ്യേണ്ടി വരും. അല്ല എങ്കിൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യും, അവിടെ വയലേഷൻ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നോട്ട് നൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ടേബിൾ ആണ്, അതായത് ഞാനിപ്പോൾ ഈ ടേബിളിൻ്റെ അകത്ത് സാലറിക്ക് ഞാൻ ഇവിടെ നോട്ട് നൾ കൊടുത്തിട്ടില്ല, ഓൾറെഡി ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പോയി. പക്ഷെ അതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറയുന്നത് ആണ് നോട്ട് നൾ അവിടെ കമ്പൽസറി സാലറി അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ എന്താ, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളാണ്. ഇനി ആ ടേബിളിന് എനിക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, മോഡിഫൈ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കണം ഓൾട്ടർ കമാൻഡ്, ഓൾട്ടർ ടേബിൾ നെയിം, അതായത് ഓൾട്ടർ ടേബിൾ കസ്റ്റമർ. അതിന് ഞാൻ എന്താ ചെയ്യുന്നത്, സാലറി എന്ന് പറയുന്ന ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ കോളത്തിനെ ഞാൻ എന്ത് ചെയ്തേക്കണേണ്, മോഡിഫൈ ചെയ്യാൻ പോവാം. അപ്പോൾ മോഡിഫൈ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുക. ഏത് കോളത്തിനെ എനിക്ക് മോഡിഫൈ ചെയ്യേണ്ട, സാലറി, അതിൻ്റെ ഡാറ്റ ടൈപ്പും അതിൻ്റെ സൈസും കൊടുത്തു. അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, നോട്ട് നൾ എന്ന കീവേഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നോട്ട് നൾ ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കൺസ്ട്രെയിൻ ആണ് ഡിഫോൾട്ട് കൺസ്ട്രെയിൻ. നമ്മളിവിടെ നോട്ട് നൾ കൊടുത്ത പോലെ തന്നെ ഡിഫോൾട്ട് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫിക്സഡ് വാല്യൂസ് കൊടുക്കും, ഒരു സ്പെസിഫൈഡ് വാല്യൂ ആണ്. ആ വാല്യൂസ് നമുക്ക് ഡസ് നോട്ട് ചേഞ്ചിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വാല്യൂസ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എന്താ ഡിഫോൾട്ടായിട്ട് വാല്യൂസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നേരത്തെ ഉള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് കസ്റ്റമർ എന്ന് പറയുന്ന ടേബിൾ. അതിൽ 5 കോളം ഉണ്ട്. അതിൽ സാലറി എന്ന് പറയുന്ന കോളത്തിന് ഞാനൊരു ഡിഫോൾട്ട് വാല്യൂ 5000 ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ടേബിളിൽ കൊടുക്കാം, ഒരു പുതിയ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എങ്ങനെ ഫോം ചെയ്യും, ക്രിയേറ്റ് ടേബിൾ കസ്റ്റമേഴ്സ്, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതിന് സാലറി എന്ന് പറയുന്ന കോളത്തിൻ്റെ ഒപ്പം ഡിക്ലറേഷൻ്റെ ഒപ്പം നമുക്ക് എന്തും കൂടി കൊടുക്കണം, ഡിഫോൾട്ട് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട് എന്താണ് ഞാൻ ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുന്നത് ആ വാല്യൂ അവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്ത് പറയുക. അപ്പോൾ ഇതാണ് നമ്മളെന്ന് നോർമൽ ഒരു പുതിയ ടേബിൾ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട് വാല്യൂ യൂസ് ചെയ്യുന്നത്. ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേബിളിലേക്കാണ് ഞാനിവിടെ ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യുക.
ടേബിൾ നെയിം, എന്നിട്ട് മോഡിഫൈ ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്താ, ഓൾറെഡി ഞാൻ സാലറി എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ആണ് ആ ടേബിളിൽ കോളം ഫീൽഡ് ഞാൻ ക്രിയേറ്റഡ് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഞാനിവിടെ യൂസ് ചെയ്യേണ്ടത് എന്താ, മോഡിഫൈ ആണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നോട്ട് നള്ളിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഡിഫോൾട്ട് കമാൻഡ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ എനിക്ക് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഓൾട്ടർ ടേബിൾ, ആ ടേബിളിൻ്റെ പേര് കൊടുക്കുക. പിന്നെന്താ, ഇനിയിപ്പോൾ കോളം ആണ് എനിക്ക് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ ഓൾട്ടർ കോളം, ആ സാലറി എന്ന് പറയുന്ന പേര് കൊടുക്കുക, ഡ്രോപ്പ് എന്ത് ചെയ്യുക, ഡിഫോൾട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് കോളത്തിൽ ഡിഫോൾട്ട് എന്ന് പറയുന്ന ആ വാല്യൂസ് എന്ത് ചെയ്യും, ഡ്രോപ്പായി പോകും. ഇനി നെക്സ്റ്റ് കൺസ്ട്രെയിൻ ആണ് നമ്മുടെ യുണീക്ക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ യുണീക്ക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾക്ക് 2 റെക്കോർഡ്സുകളുണ്ട്. അപ്പോൾ 2 റെക്കോർഡ്സുകളിലും ഐഡൻറ്റിക്കൽ വാല്യൂസ് ആയിരിക്കണം ആ പർട്ടിക്കുലർ കോളത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യുണീക്ക് കൺസ്ട്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എനിക്കിപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളുണ്ട്. ആ ടേബിളിലേക്ക് ഞാൻ 5 കോളംസ് ഞാൻ ആഡ് ചെയ്തു. അതിൽ ഏജ് എന്ന് പറയുന്ന കോളത്തിന് ഞാൻ യുണീക്ക് വാല്യൂസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് എന്തായിരിക്കണം, കനോട്ട് ഹാവ് 2 റെക്കോർഡ്സ് ഇൻ ദി സെയിം ഏജ് ആയിരിക്കണം അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഏജിൻ്റെ അവിടെ എന്ത് കൊടുക്കുക, നോട്ട് നൾ കൊടുത്ത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് യുണീക്കും കൂടി നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ടേബിൾ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് എന്ത് കൊടുത്താൽ മതി, യുണീക്ക് കൊടുത്താൽ മതി. ഇനി ആ യുണീക്ക് വാല്യൂസിനെ എനിക്ക് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻ്റെ പേര് എന്ത് ചെയ്താൽ മതി, അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ആ യൂണിക് വാല്യൂസ് ഉള്ള കറസ്പോണ്ടിങ് കോളം എന്തായി മാറും, ഡ്രോപ്പായി മാറും. ഇനി മൂന്നാമത്തെ കൺസ്ട്രെയിൻ ആണ് പ്രൈമറി കീ കൺസ്ട്രെയിൻസ്, നാലാമത്തെ. അപ്പോൾ പ്രൈമറി കീ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് യുണീക്ക്ലി ആയിരിക്കും ടേബിളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണത്. അതായത് ഓരോ റോസും അല്ലെങ്കിൽ ഓരോ റെക്കോർഡ്സിലും നമ്മൾ ഡാറ്റാബേസിൽ കൊടുക്കുന്ന ഡാറ്റാബേസ് ടേബിളിലുള്ള ഓരോ റോസിനെയും ഓരോ റെക്കോർഡ് ഓഫ് ഡാറ്റാസ് നമ്മളെന്ന് പറയുന്നത് എന്താ, യുണീക്ക്ലി വാല്യൂസ് ആയിരിക്കും. അപ്പോൾ പ്രൈമറി കീ ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കോളത്തിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അനാൾ വാല്യൂസ് ഒന്നും നമുക്ക് അതിൽ എഴുതാനായിട്ട് പറ്റില്ല. കമ്പൽസറി അവിടെ എന്ത് ചെയ്യണം, വാല്യൂസ് അവിടെ എൻട്രി ചെയ്തിരിക്കണം. അതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി കീ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ ID ആണ് പ്രൈമറി കീ കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, പ്രൈമറി കീ ബ്രാക്കറ്റിൽ ID എന്ന് പറഞ്ഞ് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് നള്ള് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് പ്രൈമറി കീ എന്ന് പറഞ്ഞ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യും, അവിടെ വർക്ക് ചെയ്യും. ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈമറിക്ക് പുതിയതായിട്ട് ആഡാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, മോഡിഫൈ അല്ല ഇവിടെ ചെയ്യേണ്ടത്, ആഡ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രൈമറിക്ക് എവിടെയാണോ എനിക്ക് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യണത് എന്ത് ചെയ്യുക, നോർമലി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ കോളത്തിലേക്കാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമ്മൾ കോമ ഇട്ടിട്ട് എന്ത് ചെയ്താൽ മതി, അവിടെ സ്പെസിഫൈ ചെയ്താൽ മതി. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് ആ പ്രൈമറി കീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രൈമറി കീ കൊടുത്തിരിക്കുന്ന കോളം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ ഡിലീറ്റായി പോയിക്കോളും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫോറിൻ കീ. ഫോറിൻ കീ എന്ന് പറയുന്നത് 2 ടേബിൾസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഒരു ടേബിളിൽ ഞാനിവിടെ ഒരു പ്രൈമറി കീ ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈമറി കീ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും അടുത്ത ടേബിളിൽ ഞാൻ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ, റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ എന്തെന്ന്, ഫോറിൻ കീ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫോറിൻ കീ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 2 ടേബിൾ ഉണ്ടാവും. കസ്റ്റമർ ടേബിളും ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഓർഡർ ടേബിളും ഉണ്ട്. അപ്പോൾ കസ്റ്റമർ ടേബിളിലെ ID-യും അതുപോലെ തന്നെ ഓർഡർ ടേബിളിലെ ID-യും ആണ് ഞാനിവിടെ എന്ത് ചെയ്യണത്, ഫോം ചെയ്യുന്നത് ഫോറിൻ കീ ആയിട്ട്. അപ്പോൾ കസ്റ്റമർ ടേബിൾ നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുക. കസ്റ്റമർ ടേബിളിൽ പ്രൈമറി കീ ഞാൻ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അത് ഇനി ഓർഡർ ടേബിൾ എടുക്കുക. ഓർഡർ ടേബിളിൽ ഞാനിവിടെ എന്താ, അതായത് എൻ്റെ ഈ ID എന്ന് പറയുന്നത് എന്താ, കസ്റ്റമർ ID എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ID, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, പിന്നെ എന്ത് കൊടുക്കുക, റെഫറൻസസ്. കാരണം ഞാൻ റെഫർ ചെയ്യാൻ പോകുക എവിടെ നിന്നാ, എൻ്റെ കസ്റ്റമർ ടേബിളിലെ ID-നെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, റെഫറൻസ് കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ കീ പോലെ പ്രൈമറി കീ ആഡ് ചെയ്ത പോലെ തന്നെ ഫോറിൻ കീ നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും, ഫോറിൻ കീ കൊടുക്കുക, എൻ്റെ ഓർഡർ ടേബിളിൻ്റെ ID-യുടെ പേര് കൊടുക്കുക, അതിനെ റെഫർ ചെയ്യുക. ഏതിനെ റെഫർ ചെയ്യേണ്ടത്, എൻ്റെ കസ്റ്റമർ ടേബിളിലെ ID-നെയാണ് ഞാൻ റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളിലേക്ക് പുതുതായിട്ട് ഞാൻ എന്ത് ചെയ്യണത്, റെഫർ ചെയ്യാൻ വേണ്ടി ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്.
ഡ്രോപ്പ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡ്രോപ്പ് ഫോറിൻ കീ എന്ന് പറഞ്ഞ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ ടേബിളിലുള്ള ഡാറ്റാസിന് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ കോളത്തിലുള്ള ഫോറിൻ കീ വെച്ചിട്ട് ഏത് കോളമോ ഉള്ളത് അത് കറസ്പോണ്ടിങ് ഡാറ്റ എന്ത് ചെയ്യും, ഡ്രോപ്പായി പോകും. ഇനി അടുത്തതാണ് ചെക്ക് കൺസ്ട്രെയിൻ. ചെക്ക് കൺസ്ട്രെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻസ് എനേബിൾ ആണോ ഡിസേബിൾ ആണോ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെക്ക് കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ എനേബിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ചെക്ക് കൺസ്ട്രെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഏജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കസ്റ്റമർ ബിലോ 18 ഇയേഴ്സ് ആണോ എന്നുള്ളത് എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെക്ക് ചെയ്താൽ മതി, ജസ്റ്റ് ഏജിൻ്റെ നോട്ട് നള്ളിൻ്റെ അവിടെ ചെക്ക് എന്ന് പറഞ്ഞ് കീവേഡ് കൊടുക്കുക. ആ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എനിക്ക് അവിടെ എന്ത് ചെയ്യുക, ആ കോളത്തിൻ്റെ അവിടെ വാല്യൂസ് എനിക്ക് എനേബിൾ ആണോ എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളിലേക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, മോഡിഫൈ കൊടുത്ത് നമ്മൾ നേരത്തെ യൂണീക്കും ഡിഫോൾട്ടൊക്കെ കൊടുത്ത പോലെ തന്നെ ജസ്റ്റ് ചെക്ക് കൊടുക്കുക, ആ കണ്ടീഷൻ അവിടെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി എനിക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, മോഡിഫൈക്ക് പകരം ആഡ് എന്ന് പറഞ്ഞ് അവിടെ കീവേഡ് യൂസ് ചെയ്താൽ മതി. ഡ്രോപ്പ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആഡിന് പകരം അവിടെ എന്ത് ചെയ്യുക, ഡ്രോപ്പ് കൊടുക്കുക. ആ കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇൻഡെക്സ്. ഇൻഡെക്സ് കൺസ്ട്രെയിൻസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണത് നമുക്ക് സിംഗിളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളംസ് ഓഫ് ടേബിൾസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാബേസിനെ നമുക്ക് ക്വിക്ക്ലി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റാസിനെ റിട്രീവ് ചെയ്യാനാണ് നമ്മൾ ഇൻഡെക്സ് കമാൻഡ് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾസിൽ നമ്മൾ ഇൻഡെക്സ് വാല്യൂസ് നമ്മൾ കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു, അതായത് ഇൻഡെക്സ് നമ്മൾ ക്രിയേറ്റാണ് ചെയ്യുന്നത്, അതുപോലെ ഇൻഡെക്സ് നമ്മൾ റിട്രീവാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ഇൻഡെക്സ്, ഒരു ഇൻഡെക്സ് നെയിം എന്തെങ്കിലും കൊടുക്കുക. അതുപോലെ ഓൺ, ഏതിനെയാണ് നമുക്ക് ക്രിയേറ്റ് ഇൻഡെക്സ് വാല്യൂസ് എനിക്ക് കൊടുക്കാൻ വേണം, ആ ടേബിളിൻ്റെ പേര് കൊടുക്കുക, ആ കറസ്പോണ്ടിങ് കോളംസ് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏജ് എന്ന് പറയുന്ന കോളത്തിൻ്റെയാണ് എനിക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ കൊടുക്കും, ക്രിയേറ്റ് ഇൻഡെക്സ്, ഇൻഡെക്സ് നെയിം എന്ന് പറയുന്നത് ഞാനൊരു വേരിയബിൾ ഞാൻ കൊടുത്തു വിടാം. ഓൺ ഏത് ടേബിളാണ് എനിക്ക് ഏജ് ഉള്ളത്, കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളാണ്. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ ഏജ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഏജ് എന്ന് പറയുന്ന കോളത്തിൻ്റെ ഇൻഡെക്സ് വാല്യൂ അവിടെ എന്താക്കും, ക്രിയേറ്റ് ആയി മാറും. ഇനി അത് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ ഇൻഡെക്സിൻ്റെ പേരെന്താ, IDX_age ആണ്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അവിടെ ഡ്രോപ്പ് കമാൻഡ് കൊടുത്ത് അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ SQL കൺസ്ട്രെയിൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എഴുതാനായിട്ട്. അപ്പോൾ SQL കൺസ്ട്രെയിൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോട്ട് നൾ, ഡിഫോൾട്ട്, യൂണീക്ക്, പ്രൈമറി കീ, ഫോറിൻ കീ, ചെക്ക്, ഇൻഡെക്സ്.